വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മളിന്ന് റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്കണോമിക്സിൽ വരുന്ന നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എന്ന് പറയുന്ന കുറച്ച് ഭാഗത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നാഷണൽ ഇൻകം. ഓക്കെ, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം നാഷണൽ ഇൻകം നമുക്കൊരു രാജ്യത്തെ പ്രധാനമായിട്ടും സിമ്പിളായിട്ട് രണ്ട് സെക്ടറായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിനെ നമ്മൾ ടു സെക്ടർ ഇക്കോണമി എന്നാണ് പറയുന്നത്. ബിസിനസ് സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ. ബിസിനസ് സെക്ടറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ബിസിനസ് സെക്ടറിലേക്ക് കൊണ്ടുവരുന്നു. ഇവർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡിൽ നിന്നും ബിസിനസ് സെക്ടറിലേക്ക് വരുമ്പോൾ ഇതിനുള്ള പേയ്മെൻറ്റ് ബിസിനസ് സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിന് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഫാക്ടർ മാർക്കറ്റിൽ വരുന്ന ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ. അങ്ങനെ ഈ ഫാക്ടർ പേയ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിന് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഹൗസ് ഹോൾഡ് സെക്ടറിന് കൊടുക്കുന്നു. ഇതിനുള്ള പേയ്മെൻറ്റ് ഹൗസ് ഹോൾഡ് സെക്ടർ ബിസിനസ് സെക്ടറിന് തിരിച്ചു കൊടുക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിസിനസ് സെക്ടറിലേക്ക് പോകുന്നു. ബിസിനസ് സെക്ടറിൽ നിന്നും ഔട്ട്പുട്ട് ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പോകുന്നു. ഫാക്ടർ പേയ്മെൻറ്റ്സ് ബിസിനസ് സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പോകുന്നു. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും പ്രോഡക്ട്സിൻ്റെ പേയ്മെൻറ്റ് ബിസിനസ് സെക്ടറിലേക്ക് വരും. അതായത് ഇൻകം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രോഡക്റ്റിന് അവർ കൊടുക്കുന്ന പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ പ്രോഡക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിന് വരുന്ന എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നാഷണൽ ഇൻകം പ്രധാനമായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ആഗ്രിഗേറ്റ്സ് അഥവാ കുറേ മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമായി തോന്നും. അപ്പം നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്സ് പ്രധാനമായിട്ടും 2 രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസിലും അതേപോലെ തന്നെ ഫാക്ടർ കോസ്റ്റിലും. മാർക്കറ്റ് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂമർ പെർസ്പെക്റ്റീവിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവാണ്. ഫാക്ടർ കോസ്റ്റ് പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കമ്പൈൻഡ് എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫാക്ടർ പേയ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൽ തന്നിരിക്കുന്ന ഒന്നിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് ആക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടേം ആഡ് ചെയ്താൽ മതി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡീസ് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്നത്. ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് പ്രൈസിലേക്കാവും. നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്സ് എല്ലാം തന്നെ ഫാക്ടർ കോസ്റ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലോ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ് ആണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ എ ഗിവൺ ഇയർ. അതായത് ഒരു വർഷം ഒരു രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണപരമായ വാല്യൂ നാഷണൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു വർഷമാണ് സാധാരണ. ഒരു വർഷം അല്ല 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ രാജ്യത്തിൻ്റെ കാണുന്ന അതിർത്തികൾ മാത്രമല്ല വരുന്നത്. പൊളിറ്റിക്കൽ ബൗണ്ടറീസിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഷിപ്സ്, എയർക്രാഫ്റ്റ്സ് ഓപ്പറേറ്റിംഗ് ഇൻ്റർനാഷണലി, എംബസീസ്, കോൺസുലേറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ടെറിട്ടറിക്ക് ഉള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല ക്രിമിനൽസുകളും വേറെ ഈ പറയുന്ന എംബസിയിലോ അല്ലെങ്കിൽ കുറ്റവാളികൾ എംബസിയിലോ മറ്റോ ആണെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറി ആയതുകൊണ്ടാണ്. ഇപ്പോൾ GDP എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ഈ GDP നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഫാക്ടർ കോസ്റ്റിലെ GDP ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന GDPയിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞിരുന്നതാണ് ആദ്യം. അടുത്തത് ഗ്രോസ്
ടേംസിൽ ഉള്ള ജി ഡി പിയെ നെറ്റ് ടേംസിൽ, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇതാണ് അടുത്ത നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജി ഡി പിയിൽ നിന്നും ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ക്യാപിറ്റൽ ഗുഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും. ഉദാഹരണത്തിന് 1000 രൂപയുടെ ഒരു മെഷീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഈ മെഷീൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 വർഷമാണെന്ന് വിചാരിക്കുക. അതായത് 10 വർഷത്തിന് ശേഷം ഈ മെഷീൻ നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1000/10 = 100. ഇതാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. ഇങ്ങനെ ഡിപ്രീസിയേഷൻ ജി ഡി പി കാൽക്കുലേറ്റ് അതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എൻ ഡി പി അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എൻ ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. എൻ ഡി പി എന്ന് മാത്രമല്ല, ഗ്രോസ് ടേംസിലുള്ള ഒട്ടുമിക്ക വേരിയബിൾസും തന്നെ നമ്മൾ നെറ്റ് ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതിയാവും. ജി എൻ ബി അടുത്തത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ടേംസിലുള്ള ഗ്രോസ് പ്രോഡക്റ്റ് ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ടേംസിലുള്ള ഈ വേരിയബിളിനെ നാഷണൽ ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിച്ചേർത്താൽ മതി. നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സിന് കിട്ടുന്ന ഇൻകത്തെയാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം ഏൺഡ് ബൈ റെസിഡൻസ് എബ്രോഡ്, അതായത് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ ലേബേഴ്സിന് പേ ചെയ്യണം. അതിനെ നമ്മൾ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ് പറയുന്നത്. അതിൽ നിന്നും നമ്മുടെ രാജ്യം പുറത്തുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന, മറ്റ് രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന പേയ്മെൻറ്റും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് തരുന്ന പേയ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ജി ഡി പിയിൽ നിന്നും ജി ഡി പിയോട് പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നെറ്റ് ടേംസിൽ, ഡൊമസ്റ്റിക് ടേംസിലുള്ള ഒന്നിനോട് നെറ്റ് ഫാക്ടർ ഇൻകം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അത് നാഷണൽ ടേംസിലേക്ക് ആകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തത് എൻ എൻ പി ആണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഗ്രോസ് ടേംസിലുള്ള ഒന്നിനെ നെറ്റ് ടേംസിലേക്ക് ആക്കാൻ വേണ്ടി അതിനകത്ത് നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നെറ്റ് ടേംസിലേക്ക് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് രണ്ട് രീതിയിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഫാക്ടർ കോസ്റ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാലഘട്ടത്തിൽ ഇത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ടു മാർക്കറ്റ് പ്രൈസ് നാഷണൽ ഇൻകം ആക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമായി വരുന്നതുകൊണ്ട് നമ്മൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ടു ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകമായി പരിഗണിക്കുന്നത്. അടുത്തത് റിയൽ ആൻഡ് നോമിനൽ ജി ഡി പി ആണ്. റിയൽ ടേംസിനും നോമിനൽ ടേംസിനും ജി ഡി പി എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും എങ്ങനെയാണ് ഈ പറയുന്ന ടേംസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടേംസിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് റിയൽ വേഴ്സസ് നോമിനൽ ജി ഡി പി ആണ്. റിയൽ വേഴ്സസ് നോമിനൽ ജി ഡി പി. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് കറണ്ട് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ആ വർഷം ഒരു പ്രൈസ് ഉണ്ടാകും. ആ പ്രോഡക്റ്റിൻ്റെ ആ വർഷത്തെ പ്രൈസ് ഇപ്പോൾ 10 യൂണിറ്റ്സ് എക്സ് 2 രൂപ, ഈ വർഷത്തെ പ്രൈസ് 2 രൂപയാണെങ്കിൽ 10 യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 2 രൂപയ്ക്ക് നമ്മൾ ഈ വർഷം വിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇതാണ് കറണ്ട് പ്രൈസിൽ നമ്മൾ, അല്ലെങ്കിൽ കറണ്ട് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് റിയൽ ജി ഡി പി ആണ്. റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് ഇയർ ഉണ്ടാകും. ബേസ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇൻഫ്ലേഷനോ മറ്റു എക്കണോമിക് ഫ്ലക്ച്വേഷൻസോ വലിയ കാര്യമായി അഫക്റ്റ് ചെയ്യാത്തൊരു വർഷത്തെ ആയിരിക്കും നമ്മൾ ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സപ്പോസ് ഇത് 2010 കാര്യമാണെന്ന് വിചാരിക്കുക. നമ്മൾ ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് 1991 പ്രൈസാണെന്ന് വിചാരിക്കുക. 1991 പ്രൈസ്. 1991 എക്സിൻ്റെ വില 1 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി എത്രയാണ്? 10 ആണ് ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ നമ്മുടെ ബേസ് ഇയർ ആയ 1991 പ്രൈസ് 1 രൂപ. അപ്പം ഇതിൻ്റെ ഇവിടെ ജി ഡി പി എന്ന് പറയുന്നത്, അതായത് റിയൽ ജി ഡി പി എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോമിനൽ ആൻഡ് റിയൽ ജി ഡി പി കാണുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് കാരണം ജി ഡി പിയിൽ വർധന ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ
ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേറൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൂളുണ്ട്. ഇതാണ് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് GDP കാൽക്കുലേഷനിൽ പ്രൈസ് റൈസ് കൊണ്ടുണ്ടാകുന്ന വർധനവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത്. GDP ഡിഫ്ലേറ്റർ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 പെർസെൻറ്റേജ് ടൈംസിലാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു 100 ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. പ്രൈസ് റൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിൽ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ചോദ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, 2010 കാലഘട്ടത്തിൽ ഒരു ബ്രെഡ് പ്രൊഡ്യൂസർ 2000 യൂണിറ്റ് ബ്രെഡാണ് പ്രൊഡ്യൂസ് ചെയ്ത് അയാൾ 25 രൂപയ്ക്കാണ് ബ്രെഡ് വിറ്റത്. ദെൻ 2011 പ്രൊഡക്ഷൻ 2200 അയാൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2010 ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളോട് GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2010 പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2010 പ്രൈസ് 25 രൂപയാണ്. അപ്പം ഇതാണ് ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോമിനൽ GDP എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ ഔട്ട്പുട്ട് അത് എത്രയായിരുന്നു? 2200 ആയിരുന്നു. അതിൻ്റെ വില 30 ആയിരുന്നു. അപ്പം 2200 ഇൻറ്റു 30 66,000 രൂപയാണ് നോമിനൽ GDP. ഇനി റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെയാണ് നമ്മൾ 2011 പ്രൈസ് അല്ല നമ്മളിവിടെ പരിഗണിക്കുന്നത്. ബേസ് ഇയർ ആയ 2010 പ്രൈസാണ്. കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആയ 2200 ഇൻറ്റു ബേസ് ഇയർ പ്രൈസ് ആയ 25 രൂപ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 55,000 രൂപയാണ്. അപ്പോൾ നമുക്ക് നോമിനൽ GDPയും കിട്ടി, റിയൽ GDPയും കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. നമ്മുടെ നോമിനൽ GDP 66,000 ആണ്, റിയൽ GDP 55,000 ആണ്. ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 120%. 120%. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാധ്യത, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, 120 എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ പ്രൈസ് റൈസ് എന്ന് പറയുന്നത് 20 ആണ്. 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 100% മുകളിൽ എത്രയാണോ വരുന്നത് അതാണ് പ്രൈസ് റൈസ്. 115 ആൻസർ വരുന്നതെങ്കിൽ അവിടെ പ്രൈസ് റൈസ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, 80 ആൻസർ വന്നാലോ? 80 ആൻസർ വന്നാൽ അവിടെ പ്രൈസ് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 20%. 100-ൽ നിന്നുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇതാണ് GDP ഡിഫ്ലേറ്റർ കൊണ്ടുള്ള, അല്ലെങ്കിൽ ഈ കാൽക്കുലേഷൻ കൊണ്ടുള്ള മെറിറ്റ്. ഈ കാൽക്കുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ പറഞ്ഞാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫിഗർ ഇവിടെ ഉണ്ട്. 120 എന്ന് പറയുന്ന ഫിഗർ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ മാർക്ക് സ്കോർ ചെയ്തത്. അപ്പോൾ CCL റിസർച്ച് ഓഫീസറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവരൊക്കെയാണ് നമ്മുടെ അധ്യാപകർ. കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ റിസർച്ച് ഓഫീസറിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായ ഇൻഫോർമേഷൻസും നോട്ട്സും ഉള്ള ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നവർ അത് ജോയിൻ ചെയ്യുക, ഡീറ്റെയിൽസ് എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.